ഋഷിൻ, ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് വരരുതെന്ന്. ഇപ്പൊ നോക്ക്, എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് സന്തോഷായോ? പ്ലീസ്, ഇനി നീ ഇവിടേക്ക് വരരുത്. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ ഇങ്ങനെ ഈ വീടിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം, നീ ഇങ്ങനെ സൂക്ഷിച്ചിവിടെ ഇരിക്കാന്നോ? നിന്നെ പോലുള്ള ഒരു തെണ്ടിയും കൂടെ കൂട്ടിച്ചെന്ന എനിക്ക് അതിന്റെ നാണക്കേട്. നീ ഇവിടെ ബാത്റൂം ഒക്കെ കഴുകിയിരിക്കാൻ നോക്ക്. അവളുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ശ്രീലക്ഷ്മി അതിസമ്പന്നനായ ബിസിനസ്മാൻ സുധാകരന്റെ മൂത്ത മകളാണ്. അവൾ ഒരു വിജയകരമായ ബിസിനസ് വുമൺ കൂടിയാണ്. ഓരോ തീരുമാനവും വളരെ ആലോചിച്ചു മാത്രമായിരുന്നു അവൾ എടുത്തിരുന്നത്. പക്ഷേ അവൾ തന്റെ ജീവിതത്തിൽ വളരെ തെറ്റായൊരു തീരുമാനമെടുത്തു. ദരിദ്രനായ ആ ഡെലിവറി ബോയിയെ വിവാഹം കഴിക്കാനുള്ള ആ തീരുമാനം അവൾ എങ്ങനെ എടുത്തു എന്നാണ് എല്ലാവരെയും ഒരുപോലെ കുഴപ്പിച്ച ചോദ്യം. പക്ഷേ ശ്രീലക്ഷ്മിയുടെ ആ തീരുമാനത്തെ അവളുടെ വീട്ടുകാർ വളരെയധികം എതിർത്തിരുന്നു. നീ എന്റെ വാക്ക് കേൾക്കാതെ തെണ്ടി വിവാഹം കഴിച്ചതും പോരാ, നിനക്ക് എത്ര ധൈര്യമുണ്ട് ട്യൂനെയും കുട്ടി ഇവിടേക്ക് വരാൻ? ഇനി നിനക്ക് ഈ കുടുംബത്തിലോ എന്റെ മനസ്സിലോ ഒരു സ്ഥാനവുമില്ല. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. തന്റെ മകളുടെ ഈ തീരുമാനത്തെ വളരെയധികം എതിർത്ത സുധാകരൻ ശ്രീലക്ഷ്മിയെ തന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. തന്റെ അച്ഛന്റെ തീരുമാനത്തിന് മുന്നിൽ തളർന്നു നിൽക്കാൻ ശ്രീലക്ഷ്മി തയ്യാറായിരുന്നില്ല. കാരണം ഋഷിനോടൊപ്പം ഒരു സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ സിനിമകളിൽ വരുന്നത് പോലെ അത്ര സുഖകരമായിരുന്നില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതം. കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവർക്കിടയിൽ അസ്വാരസ്യം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. പതിയെ അവർക്കുള്ളിലുള്ള പ്രണയം മായുവാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ഒരു വലിയ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കമ്പനിയുടെ മാനേജർ സുരേഷ് അറിയപ്പെട്ടത് തന്നെ അയാളുടെ മുൻചുണ്ടിയുടെ പേരിലായിരുന്നു. അവിടെ ജോലി ചെയ്യുവാൻ അവൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ അച്ഛന്റെ സഹായമില്ലാതെ അത്രയും വലിയ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിയത് ശ്രീലക്ഷ്മിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു. അത് മാത്രമായിരുന്നില്ല, അത്രയേറെ ശമ്പളം കിട്ടുന്ന മറ്റൊരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. ജോലി നഷ്ടപ്പെടാണ്ടിരിക്കാൻ അവൾ എല്ലാം സഹിച്ചു. തന്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും താൻ വിവാഹിതയാണെന്ന കാര്യം അവൾ മറച്ചു. തന്റെ ഭർത്താവ് ആരാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ താൻ അപമാനിക്കപ്പെടുമെന്ന് അവൾ ഭയപ്പെട്ടു. അതിനാൽ ഋഷിനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഒരിക്കൽ ശ്രീലക്ഷ്മി അവളുടെ ലഞ്ച് ബോക്സ് മറന്നു. ഋഷിൻ അവളുടെ ലഞ്ച് നൽകാനായി ഓഫീസിൽ വന്നപ്പോൾ അവന്റെ വൃത്തിയില്ലാത്ത വസ്ത്രധാരണവും കീറിയ ചെരുപ്പും കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ശ്രീലക്ഷ്മിയെ നോക്കി കളിയാക്കി ചിരിച്ചു. ഋഷിൻ, ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് വരരുതെന്ന്. ഇപ്പൊ നോക്ക്, എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് സന്തോഷായോ? ശ്രീലു, നീ മറന്നു വെച്ച ഫുഡ് കൊണ്ടെന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരു നേരം ആഹാരം കഴിച്ചില്ലെന്ന് കരുതി ഞാൻ ചത്തൊന്നും പോവില്ല. അടുത്ത തവണയെങ്കിലും നല്ലൊരു ഷർട്ട് എങ്കിലും എടുത്തിടാൻ നോക്ക്. എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇനിയെങ്കിലും നാണം കെടുത്തുന്നത് നിർത്ത്. ഇനി നീ ഇവിടേക്ക് വരരുത്. അവളുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ വിഷമിപ്പിച്ചു. തന്റെ ഉള്ളിലെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് അവന് വല്ലാതെ വിഷമം തോന്നി. വെറും 2 കൊല്ലം കൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രണയവും സ്നേഹവും എല്ലാം പൂർണ്ണമായി ഇല്ലാതായി. ഋഷിൻ എത്രയൊക്കെ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രീലക്ഷ്മി അവനിൽ നിന്നും അത്രയും അകന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്രീലക്ഷ്മി കുറച്ച് താമസിച്ചാണ് ഓഫീസിലേക്ക് എത്തിയത്. അവിടെ ഓഫീസിന് പുറത്ത് ഒരുപാട് പേർ കൂടി നിന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സംശയത്തോടെ അവൾ തന്റെ സുഹൃത്ത് കാവ്യയുടെ അരികിലേക്ക് ചെന്ന് അവളോട് ചോദിച്ചു, എന്തുപറ്റി കാവ്യ? ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ? എടി, സുരേഷ് സാറ് ഭയങ്കര കലിപ്പില്ല, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. നീ വരുമ്പോ സാറിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എനിക്കറിയില്ല. എന്തിനാകും തന്നെ മാനേജർ വിളിപ്പിച്ചത് എന്ന് ഓർത്തവൾ അങ്ങോട്ടേക്ക് ചെന്നു. അവൾ ക്യാബിനിലേക്ക് ചെന്നതും മാനേജർ സുരേഷ് മറ്റൊരാളെ വഴക്കു പറയുന്നതാണ് അവൾ കണ്ടത്. ശ്രീലക്ഷ്മിയെ കണ്ടതും സുരേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ശ്രീലക്ഷ്മി, ഇതുവരെ താൻ എവിടെയായിരുന്നു? നീ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? ബിക്കോസ് ഓഫ് യുവർ ഡാം മിസ്റ്റേക്ക് നമ്മുടെ കമ്പനിക്ക് കോടികളെ നഷ്ടം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ മുന്നിലെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. നിന്നെ സസ്പെൻഡ് ചെയ്യാൻ MD പറഞ്ഞത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സോ പാക്ക് യുവർ തിങ്സ് ആൻഡ് ലീവ് നൗ. മാനേജർ പറഞ്ഞത് കേട്ട് അവൾ അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ ദയനീയമായി നോക്കി. തന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് എന്താണെന്ന് പോലും ചോദിക്കാനുള്ള ധൈര്യം അപ്പോൾ അവൾക്കില്ലായിരുന്നു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൾ പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തിയ ശ്രീലക്ഷ്മി ജോലി നഷ്ടപ്പെട്ട കാര്യം മറച്ചുവെച്ചു. ആ ദേഷ്യം മുഴുവൻ ഋഷിന് നേരെ തീർത്തു. നീ ഒരു ഭർത്താവാണ്. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ ഇങ്ങനെ ഈ വീടിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം,
നീ ഇങ്ങനെ സൂക്ഷിച്ചിവിടെ ഇരിക്കാന്നോ? ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നത് കൊണ്ടാ നീ ഇങ്ങനെ മൂക്കുമുട്ടി തിന്ന് നിവർന്ന് നടക്കുന്നത്. എനിക്കിത് മടുത്തു. 2 കൊല്ലം കൊണ്ട് ഇതെല്ലാം ഞാൻ സഹിക്കുക. ഇനി എനിക്കിതിന് പറ്റില്ല. This is not working anymore. Let's get divorced. ശ്രീലക്ഷ്മിയുടെ ആ വാക്കുകൾ ഋഷിനെ വല്ലാതെ തകർത്തു. അവനോടങ്ങനെ പറയുമ്പോഴും ഋഷിന്റെ ഉള്ളിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണമെന്ന ചിന്തയായിരുന്നു. ശ്രീലക്ഷ്മിക്ക് അവളുടെ ഭർത്താവ് വിജയിച്ചു കാണാനായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊരിക്കലും സാധിച്ചിരുന്നില്ല. ബംഗ്ലാവും മറ്റ് സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോൾ പോലും അവൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഋഷിൻ അപമാനിക്കപ്പെട്ടപ്പോഴെല്ലാം അവളെ അത് വല്ലാതെ ബാധിച്ചിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്ന് അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി. ഞാൻ അവനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു. അച്ഛൻ എന്നെ പഴയ ശ്രീലുമായിട്ട് സ്വീകരിക്കണം. തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ശ്രീലക്ഷ്മി ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അതിന് വാസുദേവൻ പറഞ്ഞ നിബന്ധന കേട്ടപ്പോൾ അവൾ ശരിക്കും സ്തംഭിച്ചുപോയി. ശ്രീലക്ഷ്മി, നീ ശരിക്കും ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ പ്രൊജക്ടിലേക്ക് നീ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിന്നെ ഇനിയും ഈ കുടുംബത്തിലൊരു അംഗമായി എനിക്ക് കാണാൻ കഴിയുള്ളൂ. 100 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നത് അവളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇനിയും തന്റെ അച്ഛന്റെ മുന്നിൽ തോറ്റുപോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. അപ്പോഴാണ് അവൾ തന്റെ കോളേജ് സുഹൃത്തായ റോഷനെ പറ്റി ഓർത്തത്. ത്രൈ മീഡിയ എന്ന ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന മീഡിയ കമ്പനിയുമായി അവന് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നല്ല അടുപ്പമായിരുന്നു. അവൻ വിചാരിച്ചാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് അവൾ കണക്കുകൂട്ടി. പക്ഷെ ശ്രീലക്ഷ്മി വിചാരിച്ചിരുന്ന പോലെ അത്ര നല്ലവനായിരുന്നില്ല റോഷൻ. കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അവന് ശ്രീലക്ഷ്മിയുടെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ ശ്രീലക്ഷ്മി ഇതിനോടകം റോഷനോട് സഹായം ചോദിച്ചിരുന്നു. താൻ ആഗ്രഹിച്ചത് താൻ അറിയാതെ തന്നെ തേടി വന്നതുപോലെയാണ് റോഷന് തോന്നിയത്. ഏയ് ശ്രീലു, 100 കോടി എന്നത് ഒരു ചെറിയ കാര്യമല്ലേ? നിനക്കറിയാലോ ഞാനും ട്രൈ മീഡിയയുമായുള്ള ബന്ധം. ഞാൻ MD ആയെന്ന് സംസാരിക്കട്ടെ, താൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഈ ഡീല് നടന്നാൽ താൻ എനിക്കൊരു പാർട്ട് തരണം കേട്ടോ. Sure. ഓക്കെ ശ്രീലക്ഷ്മി, ലെറ്റ്സ് ഗോ. Yes, sure. റോഷൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ശ്രീലക്ഷ്മി ആശ്വാസത്തോടെ അവന്റെ ഒപ്പം പോയി. കാര്യങ്ങളെല്ലാം തന്റെ വരുതിയിൽ വരുന്നതിന്റെ ഒരു ചിരി അപ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു. റോഷൻ അവന്റെ പ്ലാൻ അനുസരിച്ച് ശ്രീലക്ഷ്മി ത്രൈ മീഡിയയിലേക്ക് കൊണ്ടുപോയി. അവളെ അവന്റെ ബിസിനസ് പാർട്ട്ണർ എന്ന രീതിയിലാണ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവനും ട്രൈ മീഡിയയുമായുള്ള ബന്ധം അവളെ ബോധ്യപ്പെടുത്തണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുവഴി തന്നിലേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. ട്രൈ മീഡിയക്ക് നിന്റെ പ്ലാൻ ഇഷ്ടമായെന്നാ തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ശ്രീലു, നിന്റെ ലൈഫ് സെറ്റ്. സോ ടുനൈറ്റ് പാർട്ടി. Sure. Thank you, റോഷൻ. മനസ്സിൽ പല പല ലക്ഷ്യവുമായി റോഷൻ ശ്രീലക്ഷ്മിയുടെ അരികിലിരുന്നു. തന്റെ കയ്യിലിരുന്ന ഡ്രിങ്ക്സ് അവളുടെ നേർക്ക് നീട്ടിയെങ്കിലും അവൾ അത് തടഞ്ഞു. അതുകൊണ്ടൊന്നും അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം അവളുടെ ശരീരത്തിൽ അനാവശ്യമായി സ്പർശിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഈ അനുചിതമായ പെരുമാറ്റത്തിൽ അവൾ വല്ലാണ്ട് അസ്വസ്ഥയായിരുന്നു. അപ്പോഴാണ് ശ്രീലക്ഷ്മി തന്റെ സുഹൃത്ത് ഗൗതമിയെ അവിടെ വെച്ച് കണ്ടത്. ഗൗതമിയെ കണ്ടതും അതൊരു അവസരമാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് ഗൗതമിയുടെ അങ്ങോട്ടേക്കുള്ള വരവ് റോഷന്റെ പ്ലാൻ എല്ലാം തകർത്തു. ഗൗതമി ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. ശ്രീലക്ഷ്മി തന്റെ ഭർത്താവിന്റെ കൂടെ കഷ്ടപ്പെടുമ്പോൾ ഗൗതമിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. ശ്രീലക്ഷ്മി ഗൗതമിയുടെ അടുത്ത് തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു. എവിടെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന തെണ്ടിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ച്. അവൻ എന്താ ഇത്രയും പ്രത്യേകത എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങനെയുള്ളവനൊക്കെ വേണ്ടിയാണോ നിന്നെ ജീവനെ തുല്യം സ്നേഹിച്ച പാരന്റ്സിനെ നീ ഉപേക്ഷിച്ചത്? ഗൗതമി ആവശ്യപ്പെട്ട പോലെ ശ്രീലക്ഷ്മി അവളെ ഋഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും ഗൗതമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ശ്രീലക്ഷ്മി, ഇവനാണോ നിന്റെ ഭർത്താവ്? നോക്ക് ശ്രീലക്ഷ്മി, നിനക്ക് ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് അല്ലേ വേണ്ടത്? ഞാൻ നിനക്ക് അതിനൊരു 100 കോടി രൂപ തരാം.
What? ഞാൻ പറയുന്നത് നീ കേക്ക്. നീ അവനെ ഡിവോഴ്സ് ചെയ്യണം. പകരം ഞാൻ അവനെ വിവാഹം കഴിക്കാം. ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരുന്നു. 100 രൂപ പോലും വിലയില്ലാത്ത ഋഷിനെ പോലെ ഒരാൾക്ക് വേണ്ടി 100 കോടി രൂപയൊന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ തരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഗൗതമി വെച്ചു നീട്ടി ആ പണം കണ്ട് ഒരു നിമിഷം ശ്രീലക്ഷ്മിക്ക് അവളോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. ശ്രീലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗൗതമി അവളോട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. പക്ഷെ അപ്പോഴും ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു. അമ്മേ, അമ്മേ, പറ മോളെ. അമ്മേ, ഇന്ന് മേഘ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന് ഇനോഗ്രേഷൻ ആണ്. ഞാൻ അവിടേക്ക് പോവാ. പോയിട്ട് വാ മോളെ. ശ്രീലക്ഷ്മി, ഞാനുണ്ട് അവിടേക്ക്. നിന്നെ പോലുള്ള ഒരു തെണ്ടിയും കൂടെ കൂട്ടിച്ചെന്ന എനിക്ക് അതിന്റെ നാണക്കേട്. നീ ഇവിടെ ബാത്റൂം ഒക്കെ കഴുകിയിരിക്കാൻ നോക്ക്. അപ്പൊ ശരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും തന്റെ കാറുമായി പോയി. ഇതേ സമയം ഋഷിനാകട്ടെ അങ്ങോട്ടേക്ക് പോകുവാനായി ബസ് കാത്തു നിന്നു. ജ്വല്ലറി മുഴുവൻ ഉദ്ഘാടനത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടതും ഋഷിൻ സ്വയം പറഞ്ഞു, വാവ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്ത് ജ്വല്ലറിയുടെ അടുത്തേക്ക് ചെന്നതും ഒരു സെക്യൂരിറ്റി അവനെ തടഞ്ഞു. എങ്ങോട്ടാ ഈ ഓടിക്കേറി പോകുന്നേ? നിന്നെ പോലുള്ള ആളുകൾക്ക് കയറാനുള്ള സ്ഥലമല്ലത്. നീ ഈ വേഷത്തിൽ അകത്തേക്ക് കയറുന്ന ആരെങ്കിലും കണ്ടാ എന്റെ പണി പോകും. ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അവന്റെ കോളറിൽ പിടിച്ചു. അവൻ മറിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി നിർത്തി. ഇത് കണ്ടതും ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ഋഷിന്റെ അരികിലേക്ക് വന്നു. ദാ തിണ്ടി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് വലിഞ്ഞു കയറി വരരുതെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഋഷിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്പോഴാണ് അവിടേക്ക് മേഘ ജ്വല്ലറിയുടെ ഓണർ മേഘ കാറിൽ വന്നത്. അവരെ കണ്ടപ്പോഴേക്കും അവിടെ നിന്നവരെല്ലാം സന്തുഷ്ടരായി. പക്ഷെ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് മാത്രം അസ്വസ്ഥത രൂപപ്പെട്ടു. മേഘാമയം എങ്ങാനും ഋഷിനെ കണ്ടാ നാണക്കേടാ. ഹായ് ഋഷിൻ സർ, നിങ്ങൾ ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളല്ലേ? നിങ്ങൾ എന്റെ ഈ ചെറിയ കടയുടെ ഉദ്ഘാടനത്തിന് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വന്നതില് ഒരുപാട് നന്ദിയുണ്ട് സർ. ശ്രീലക്ഷ്മി, താങ്ക് യു. എനിക്കറിയാം താൻ ഋഷിൻ സാറിന്റെ വൈഫാണെന്ന്. അതുകൊണ്ടാ നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഇൻവിറ്റേഷൻ അയച്ചത്. സാറിനെയും കൂട്ടി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. മേഘ പറഞ്ഞത് കേട്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയ അവസ്ഥയിലായിരുന്നു ശ്രീലക്ഷ്മി. ശരിക്കും ആരാണ് ഋഷിൻ? അവൻ എങ്ങനെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണക്കാരനായി മാറിയത്? എന്തുകൊണ്ടാവാം ഭിക്ഷക്കാരനായി കണക്കാക്കിയ ഒരുവനെ മേഘയെ പോലെ ഒരാൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്? ആരായിരിക്കും ഋഷിൻ ആ ബോക്സ് കൊണ്ട് കൊടുത്തത്? എന്താവും അതിന്റെ ഉള്ളിലുള്ളത്? എന്തിനു വേണ്ടിയാവാം 100 കോടി രൂപ ഗൗതമി ഋഷിനെ സ്വന്തമാക്കാനായി കൊടുക്കാൻ തയ്യാറായത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.